നേരത്ത് നമ്മുടെ മഞ്ഞളി അച്ഛനു നേരെ ഗുണ്ടകളായിട്ടെത്തുമ്പോൾ ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ നാളം കെട്ടൊരു ജന്മങ്ങൾ വെള്ളം കിട്ടും കാശും കിട്ടും വേണ്ടി വന്നാൽ മണ്ണും കിട്ടും ആരിതു പലതും നൽകും പത്രാന്മാരിതു പലതും നൽകും അത് കേട്ടുടനെ ഓടിയടുത്താൽ ഒന്നും കാണില്ല. നേതാക്കന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വൈദികരെ, സന്യസ്തരെ, സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഈ സായാഹ്നത്തിൽ ഇവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നതിന്റെ സാഹചര്യം നമുക്കൊക്കെ അറിയാം. ഇന്നലെ വൈകിട്ട് ഈ ദേവാലയത്തിൽ പള്ളിമേടയിലുണ്ടായ നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ സഭയിൽ ആരാധനക്രമവുമായി കുർബാന സംബന്ധമായുള്ള വിഷയങ്ങളൊക്കെ വർഷങ്ങളായി നടന്നു വരുന്നതാണ്. ഇവിടെ ഇന്നലെ രാവിലെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ജേക്കബ് മഞ്ഞളി അച്ഛൻ നാളെ മുതൽ 4:30 മണിക്കുള്ള വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് കുറച്ച് ആളുകൾ ഇന്നലെ വൈകിട്ട് 8 മണിക്ക് ഈ ഇടവകയിൽപ്പെട്ട ഒരു 13 പേരും അതുപോലെ തന്നെ മറ്റു ടൗൺ പള്ളിയിൽപ്പെട്ട 2 പേരടക്കം 15 പേര് വൈകിട്ട് 8 മണിക്ക് അച്ഛന്റെ റൂമിൽ വന്നു. അച്ഛനായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം പിതാക്കന്മാരും വൈദികരും തമ്മിൽ എടുത്തിട്ടുള്ള ഈ രൂപത്തിൽ എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളിൽ നിന്നും പിതാക്കന്മാർ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നും ഈ എടുത്തിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പുറകോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതായത് ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ കാനോനിക സമിതികൾ രൂപീകരിക്കുന്ന കാര്യത്തിലൊക്കെ സഭാ നേതൃത്വം കാട്ടിയിട്ടുള്ള ആ നിഷേധാത്മകമായ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മൾ സിനഡ് കുർബാന ഞായറാഴ്ചകളിൽ 4:30 മണിക്കൂർ നടത്തുന്നത് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം അച്ഛൻ അവരെ അറിയിച്ചു. നിർഭാഗ്യവശാൽ അവരച്ഛനോട് തട്ടിക്കയറുകയും അച്ഛനെ അസഭ്യം പറയുകയും തുടർന്ന് അവര് അവർ ബഹളം വെക്കുന്നതൊക്കെ ഫോണിൽ പകർത്തി അവരുടേതായ വേദികളിലേക്ക് ഇട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് എന്റെ റൂമാണ്, എന്റെ ഓഫീസാണ്, ഇതിന്റെ സ്വകാര്യതയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെതിരെ തട്ടിക്കയറുകയും അച്ഛന്റെ ഉടുപ്പിൽ കുത്തിപ്പിടിക്കുകയും അച്ഛനെ വലിച്ചഴിച്ച് അച്ഛനെ ദേഹോദയിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം നിർഭാഗ്യവശാൽ ഇവിടെ ഉണ്ടായി. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറെ വേദനയും ദുഃഖമുള്ള ഒരു കാര്യമാണ്. കാരണം മറ്റൊരു ഇടവകയില് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വൈദികന്റെ നേരെ കൈയോക്കിയിട്ടുള്ള ചരിത്രം ആദ്യമായിട്ടുണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഇടവക സമൂഹം ഞങ്ങൾ ദുഃഖിക്കുന്നു, ലജ്ജിക്കുന്നു, ഞങ്ങൾ വേദനിക്കുന്നു എന്ന് പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഉടനെ തന്നെ ഞാനും അതുപോലെ തന്നെ ട്രസ്റ്റിമാരും സ്ഥലത്തുണ്ടായിരുന്നു. ഞങ്ങൾ അച്ഛന്റെ ഒച്ച കേട്ട് ഓടി ഞങ്ങൾ ആ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവര് പെട്ടെന്ന് ഓടി പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ് ഞങ്ങൾ കണ്ടത്. തുടർന്ന് അവരുമായി ഞങ്ങൾ സംസാരിച്ചു.
അങ്ങനെ വിഷയം ഞങ്ങള് ഉടനെ പാരീസ് കൗൺസിലിന്റെ യോഗം അടിയന്തരമായി ഇന്നലെ രാത്രി 9:15 വിളിച്ച് ഭൂരിപക്ഷം ആളുകൾ സ്ത്രീകളടക്കം ഈ പാരീസ് കൗൺസിൽ അംഗങ്ങൾ ആ യോഗത്തിൽ പങ്കെടുത്തു. അവിടെ എടുത്ത തീരുമാനം ഇതിൽ നിയമപരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. ഇത് പല പ്രാവശ്യമായി ഇവരുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള മോശമായ സമീപനം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് പാരീസ് കൗൺസിൽ ഏകണ്ഠമായി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കാലടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അതിനെ തുടർന്ന് ഇന്ന് കാലടി സ്റ്റേഷനിൽ നിന്നും പോലീസ് വന്ന് അച്ഛന്റെ മൊഴി രേഖപ്പെടുത്തുകയും മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. ഈ ക്രിമിനലുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് ആവശ്യമായ ഏത് നടപടിയുമായും ഏതറ്റം വരെ പോകുന്ന കാര്യത്തിൽ ഈ പാരീസ് കൗൺസിൽ ഉറപ്പിക്കുകയാണെന്ന് അറിയിക്കുവാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അത് ദീർഘിപ്പിക്കുന്നില്ല. വൈദികരെയും സന്യാസിമാരെയും സന്യസ്തരെയൊക്കെ ബഹുമാനിക്കുന്ന ഈ ഇടവക സമൂഹത്തിനുണ്ടായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. 1999 അന്നത്തെ സെനഡ് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് വർക്കി വിലയത്തിൽ പിതാവിന്റെ നേതൃത്വത്തിൽ എടുത്തൊരു തീരുമാനമായിരുന്നു ഈ 50-50 ഫോർമുല. ഇന്നിപ്പോൾ അതിന് വേറൊരു പേരും കൊണ്ടുണ്ട്, ഏകീകൃത കുർബാന. അന്ന് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നില്ല, 50-50 എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 2000 ആണ്ടിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ട് ബഹുഭൂരിഭാഗം രൂപതകളിലും എക്സംഷൻസ് കൊടുത്ത് അത് നടക്കാതെ പോയി. കേവലം കൈവിരലെണ്ണാവുന്ന 5 രൂപതകളിൽ മാത്രം അത് നിലനിന്നു. 21 വർഷക്കാലം ആ സ്ഥിതി തുടർന്നു. ഈ സഭയിൽ പ്രത്യേകിച്ച് കോലാഹലങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായില്ല. വളരെ ശാന്തമായിട്ട് ഒഴുകിയിരുന്ന ആ സഭ 2021 ആണ്ട് എത്തിയപ്പോ കള്ളവും ചതിയും വഞ്ചനയും പൊളിവചനങ്ങളും ഒക്കെയായിട്ട് അത് ഇന്നത്തെ പരുവത്തിലെത്തി. നമുക്ക് എല്ലാവർക്കും അറിയാം, 2021 ആണ്ട് കൊറോണ പിടിച്ച എല്ലാവരും ദുരിതക്കയത്തിലായിരിക്കുന്ന അവസരത്തിൽ സഭാധ്യക്ഷന്റെ പേരിൽ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ ഒരുപാട് ക്രിമിനൽ കേസുകൾ വന്നു കൂടിയ പശ്ചാത്തലത്തിൽ അതിൽ നിന്നൊക്കെ എല്ലാവരുടെയും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അവരെടുത്ത ഓൺലൈൻ സിനഡിലെടുത്ത തീരുമാനമായിരുന്നു വീണ്ടും 21 വർഷം മുമ്പെടുത്ത തീരുമാനം ഒന്നുകൂടി നടപ്പിലാക്കാൻ. അതിനുവേണ്ടി കുറച്ച് മെനഞ്ഞെടുത്ത കഥകൾ പോലെ പലതും ഉണ്ടാക്കിയെടുത്തു. സൈജു ആന്റണിയൊക്കെ അതിനെക്കുറിച്ച് വളരെയേറെ പഠനങ്ങൾ നടത്തി നമ്മുടെ മുമ്പിലേക്ക് അത് യൂട്യൂബിലൂടെ ഇട്ട് തന്നിട്ടുള്ളതാണ്. പല സിനഡുകളിലും ആവർത്തിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യം, ഒരു കാര്യം ചർച്ച ചെയ്ത് തീരുമാനിച്ച പിന്നെ ഇതിനെ ആവർത്തിച്ച് ചർച്ച ചെയ്യണം. ഒരിക്കൽ എടുത്ത തീരുമാനം പിന്നെ പിറ്റേ സിനഡിൽ എടുത്തിട്ട് പിന്നെയും ചർച്ച ചെയ്ത് വീണ്ടും തീരുമാനം എടുക്കുകയാണോ? അതിനെക്കുറിച്ച് ഒന്നും ആധികാരികമായിട്ട് ഒരു റിപ്പോർട്ടും ഇല്ലാതെ നുണ പറഞ്ഞ് അത് മുഴുവനും റോമിലേക്ക് എഴുതി അറിയിച്ച് മാർപ്പാപ്പയെ കൊണ്ട് കത്ത് പുറപ്പെടുവിച്ച് ആ കത്തിൽ തന്നെ മാർപ്പാപ്പ സൂചിപ്പിച്ചിരുന്ന കാര്യം എന്തായിരുന്നു? നിങ്ങൾ ഐകരൂപ്യത്തിനു വേണ്ടി ഐക്യം ബലി കൊടുക്കരുത് എന്ന് മാർപ്പാപ്പ നിഷ്കർഷിച്ചപ്പോ അതിവിടെ വന്ന് പറഞ്ഞ നുൻഷിയോയെ പോലും തള്ളിപ്പറയാൻ മടിക്കാത്ത നമ്മുടെ പിതാക്കന്മാര് വീണ്ടും തീരുമാനമെടുക്കുകയാണ് എന്ന് മുതൽ നടപ്പിലാക്കണമെന്ന്. കള്ളവും ചതിയും വഞ്ചനയും കൊള്ളത്തരവും ഇതൊക്കെ നമ്മുടെ സഭയിൽ ഇന്ന് നടപ്പായിട്ട് മാറിയിരിക്കുകയാണ്. വീണ്ടും സമവായങ്ങൾ എത്ര എണ്ണം ഉണ്ടായി. വാസിൽ പിതാവുമായിട്ട് ഒരുമിച്ച് എത്രയോ ദൈർഘ്യമേറിയ മണിക്കൂറുകൾ ഒരുപാട് പരിചിന്തനത്തിന്റെ പശ്ചാത്തലത്തിൽ തീരുമാനങ്ങൾ എടുത്തു. ആ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് മുമ്പ് നിമിഷങ്ങൾക്കകം അതൊക്കെ വെള്ളമൊഴിച്ച് കഴുകിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാ? ഇവിടുത്തെ വൈദികരും അൽമായരും അല്ല, നമ്മുടെ സിനഡ് പിതാക്കന്മാർ തന്നെ. പിന്നെ ഏറ്റവും അവസാനം ഉണ്ടായ സമവായം അത് എങ്ങനെ രൂപപ്പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമവായം ഇരുകൂട്ടരും ഒരുപാട് ചർച്ച ചെയ്ത് എടുത്ത ഒരു നിലപാടാണ്. പക്ഷെ ആ നിലപാടിൽ നിന്ന് ഒരു വിഭാഗം ഏകപക്ഷീയമായിട്ട് പിന്മാറുമ്പോൾ മറ്റുള്ളവർക്ക് എന്താ പിന്നെ ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് അരക്ഷിതാവസ്ഥ പിന്നെയും തുടരുക. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു കാര്യം, നമ്മളെപ്പോഴും ഏറ്റുമുട്ടുന്നത് ആശയങ്ങളുടെ പേരില്ല, നിലപാടുകളുടെ പേരിലാണ്. ആശയങ്ങൾ ഉയർത്താൻ പറ്റാതാവുമ്പോഴാണ് പലരുമൊക്കെ അക്രമത്തിലേക്ക് കടക്കുക. ഇവിടെ ഉണ്ടായത് അതാണെന്ന് എനിക്ക് തോന്നുക. ആശയപരമായിട്ട് അവർക്ക് ചെറുത്തു തോൽപ്പിക്കാൻ പറ്റാതാകുമ്പോൾ പിന്നെ കയ്യാങ്കളിയിലേക്ക് എത്തുക. അങ്ങനെ കയ്യാങ്കളി കളിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ തിരുപതിയിലെ വൈദിക സമൂഹവും അൽമായ സമൂഹവും സമർപ്പിത സമൂഹവും 90-95% വരുന്ന വിഭാഗത്തിന് ആൾബലമില്ലാഞ്ഞിട്ടാണോ
ഈ കൈവിരലുണ്ടാവുന്ന ആളുകള് അക്രമാസക്തരായി ഇങ്ങനെ കയ്യാങ്കളി കളിക്കാൻ വരുമ്പോ മറ്റുള്ളവർക്ക് കൈയും കെട്ടി നിൽക്കാൻ ചിലപ്പോൾ തോന്നൂല്ല. പക്ഷെ അപ്പോഴും നമ്മൾ സംയമനം പാലിച്ചുകൊണ്ട് നിൽക്കുക. നമ്മുടെ നിലപാടുകളും നമ്മുടെ പോരാട്ടവും ആശയ തലത്തിൽ തന്നെ. അങ്ങനെ ആശയങ്ങളെ ഖണ്ഡിക്കാൻ പറ്റാതാകുമ്പോൾ അത് അവരുടെ തകർച്ചയുടെ ലക്ഷണമായിട്ട് മാത്രം കണ്ടാൽ മതി. പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം കയ്യാങ്കളിയിലേക്ക് അവർ കയറുന്നു. അതുകൊണ്ട് നമ്മൾ ആരും പേടിക്കാനും ഭയപ്പെടാനും ഒന്നുമില്ല. ചങ്ക് വിരിച്ച് തന്നെ നിലനിൽക്കും. ഇതിനെ നമ്മൾ പോരാടി തന്നെ ഇതിനെ തോൽപ്പിക്കും എന്ന് ഒറ്റ സ്വരത്തിൽ പറയാൻ മാവേലി നാട് വാണിടുന്ന കാലം മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ്. ഒരേ മനോഭാവത്തോടെ ഒരേ വികാരത്തോടെയും തന്നെയാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുക. ഇന്നലെ ഉത്രാടപ്പാച്ചിലായിരുന്നു. മിക്ക പള്ളികളിലും ഞങ്ങളെല്ലാം അച്ഛന്മാരും ഉത്രാടപ്പാച്ചിലായിരുന്നു. കാരണം ഓണം അതൊരു നന്മയുടെ സങ്കല്പമാണ്. ആ നന്മയുടെ സങ്കല്പം ഈ നാടിന്റെ സംസ്കാരമാണ്, നമ്മുടെ മണ്ണിന്റെ സംസ്കാരമാണ്. അതുകൊണ്ട് മിക്ക പള്ളികളിലും ഓണാഘോഷം, വയനാട് ദുരന്തത്തിന്റെ പേര് കുറെ വെട്ടിക്കുറച്ചെങ്കിലും ഉത്രാടപ്പാച്ചിലിൽ ചില ഒരുക്കങ്ങളൊക്കെ നമുക്കുണ്ടായി. എല്ലായിടത്തും പൂക്കളം, നമ്മുടെ എല്ലാ പള്ളിയുടെയും മോണ്ടനത്തിൽ ഇവിടെയും പൂക്കളമുണ്ട്. അപ്പൊ അങ്ങനെ പൂക്കളമൊക്കെ ഇട്ട് പിറ്റേ ദിവസം കുർബാനയെ കുറിച്ചൊക്കെ ഞങ്ങൾ അച്ഛന്മാര് സംസാരിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നമ്മുടെ സ്നേഹം നിറഞ്ഞ മഞ്ഞളിയച്ഛനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം പ്രസിദ്ധനായ ധ്യാനഗുരുവാണ്. ഞാൻ മഞ്ഞളിയച്ഛന് ബ്രദറായിരിക്കുന്ന കാലം മുതൽ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ മിനിസ്റ്റർ ചെയ്തത് എടപ്പള്ളി ഫൊറോന പള്ളിയിലാണ്. അന്ന് ഞാനവിടെ റെസിഡന്റ് പ്രീസ്റ്റായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞളിയച്ഛനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ധ്യാനഗുരു. ഈ ധ്യാനഗുരുക്കന്മാരുടെ പ്രത്യേകത നമുക്കറിയാം. മിക്കവാറും ധ്യാനഗുരുക്കന്മാർ അധികാരികൾ പറയുന്നതെന്തോ അതിന് ഓശാന പാടുന്നവരാണ്. ഇവിടുത്തെ പ്രസിദ്ധരായ ധ്യാനഗുരുക്കന്മാർക്കൊന്നും സത്യമോ നീതിയോ ക്രിസ്തുവിന്റെ വചനത്തിന്റെ വെളിച്ചമോ ഇവരൊക്കെ വർത്തമാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഒരു പ്രവൃത്തികളില്ല എന്ന് നമ്മുടെ ഈ കഴിഞ്ഞ 5-6 വർഷത്തെ അനുഭവം കൊണ്ട് നമുക്കറിയാം. കാരണം ഏതൊരു ബിഷപ്പാണ്, മെത്രാനാണ്, അവർക്ക് എന്തും ചെയ്യാം. അതിനെ വാഴ്ത്തുക, അതിനെ പുകഴ്ത്തുക എന്നതാണ് ധ്യാനഗുരുക്കന്മാരുടെ ഒരു രീതി. ഒരു എക്സെപ്ഷനായിട്ട് നമ്മുടെ മഞ്ഞളിയച്ഛനാണുള്ളത്. ഒരു ധ്യാനഗുരുവാണ്. അദ്ദേഹത്തിനെ എറണാകുളത്തും ചങ്ങനാശ്ശേരിയിലും പാലായിലും കേരളത്തിലും ഇന്ത്യക്ക് പുറത്തും ധ്യാനത്തിന് വിളിച്ചു നിരന്തരം ധ്യാനിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്തരം അദ്ദേഹത്തിന്റെ യൂട്യൂബിലൊക്കെ നമുക്കറിയാം എത്ര ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ വചനപ്രഘോഷങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അസത്യത്തിനും അനീതിക്കുമെതിരെ ആയപ്പോൾ അച്ഛന് ശബ്ദമുയർത്തി. അപ്പൊ തുടക്കത്തിലെ മുതലേ ഞങ്ങളുടെ വൈദികരുടെ കൂട്ടത്തിൽ ആക്രമിക്കപ്പെട്ട ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ മഞ്ഞളിയച്ഛനാണ്. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നു, ഈ കുർബാന പ്രശ്നത്തിന് മുൻപ് തന്നെ ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് അച്ഛന്മാർ മീറ്റിംഗ് കൂടി അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞളി അച്ഛനെ ഈ കൂട്ടത്തിലുള്ള വൈദികർ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില വൈദികർ തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോ എടുത്ത് അദ്ദേഹം പറയുന്ന അഭിപ്രായം മാർത്തോമാ നസ്രാണി ഗ്രൂപ്പിനും മറ്റു ഗ്രൂപ്പുകൾക്കും ഒക്കെ ഇട്ടുകൊടുത്ത് അദ്ദേഹത്തെ ഏതൊക്കെ വിധത്തിൽ ചെറുതാക്കാൻ പറ്റുമോ അതിനൊക്കെ ശ്രമിച്ചിട്ടുള്ള ആളുകളാണ്. ഇന്നും നിങ്ങളാരും ഈ മാർത്തോമാ നസ്രാണി ഗ്രൂപ്പിൽ നടക്കുന്ന സംവാദങ്ങൾ നിങ്ങൾ അറിയാമെന്ന് പരസ്യമായിട്ട് പറഞ്ഞില്ല. പറഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന വൈകാരികമായിട്ട് പ്രതികരിക്കുന്നവർ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്കുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇന്ന് അച്ഛനെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, അച്ഛനെ ആക്രമിച്ചവർക്ക് സ്തുതി കീർത്തനങ്ങൾ പാടി ഇതുപോലെ ഇനി മറ്റുള്ളവർ ഇറങ്ങി പുറപ്പെടണം, മറ്റച്ഛന്മാരെ തല്ലണം, മറ്റച്ഛന്മാരെ ഞങ്ങളെയൊക്കെ തല്ലാൻ കൂടെ വന്നാൽ മതി, ഞങ്ങൾ നിന്നു തരാം. ഞാൻ പറയുന്നത് അത്തരം ആഹ്വാനങ്ങളാണ് അവർ നടത്തുന്നത്. ഈ MTNS ഗ്രൂപ്പുകളിൽ ഇന്ന് രാവിലെ തുടങ്ങിയ ഈ മഞ്ഞളിയച്ഛനെ
ശാരീരികമായിട്ട് ആക്രമിച്ചവരെ സ്തുതി പാടിക്കൊണ്ട് ഇനി മറ്റുള്ളവരോട് അവർ പറയുന്നത്, നിങ്ങൾ ഇറങ്ങിത്തിരിക്കി, അച്ഛന്മാരെ തല്ല്. ഇതാണ് ആഹ്വാനം ചെയ്യുന്നത്. അത് ഇനി മാത്രമല്ല, ഈ ആഹ്വാനം ചെയ്യുന്നവർക്ക് സിനഡിലെ ചില മെത്രാന്മാരുടെ സപ്പോർട്ടും ഉണ്ട്. പോരെ, അവിടെയാണ് ഇതിന്റെ പ്രശ്നം. അതായത് ഈ വൈദികർ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ജോയി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ സിനഡ് കുർബാനയെ കുറിച്ചിട്ടുള്ള തീരുമാനത്തിൽ വന്ന, നടപടിക്രമത്തിൽ വന്ന അപാകതകൾ ചൂണ്ടിക്കാണിക്കുകയും ഇത് സത്യമല്ല, നിങ്ങൾ ചെയ്ത കാര്യം ഇവിടുത്തെ വിശ്വാസികൾക്കെതിരെയാണ്, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യത്തിനെതിരെയാണ്, നിങ്ങൾ പറഞ്ഞതെല്ലാം കള്ളമാണ്, ചതിയാണ്. മാർപ്പാപ്പ പൗലോസാൻ അത് മനസ്സിലാക്കി. മാർപ്പാപ്പ മനസ്സിലാക്കിയതിന്റെ പേരിലാണ് കഴിഞ്ഞ മെയ് 13 അദ്ദേഹം പറഞ്ഞു, നിങ്ങളായി, നിങ്ങളുടെ സിനഡായി, എന്നെ ദൈവത്തിനോർത്ത് എന്നെ വലിച്ചഴക്കല് എന്ന് പറഞ്ഞ് മാർപ്പാപ്പ പയ്യങ്ങോട്ട് മാർത്തു. സിനഡാണ്. ആ സിനഡ് തീരുമാനിച്ച ഒരു കമ്മിറ്റി, തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പംപ്ലാനിയുടെ നേതൃത്വത്തിൽ, അവരാണ് ആത്മായ മുന്നേറ്റത്തിന്റെ കൺവീനർ ഷൈജു ആന്റണിയെയും അതുപോലെ ഞങ്ങളുടെ വൈദികരെയും വൈദിക പ്രതിനിധികളെയും വിളിച്ചിട്ട് കഴിഞ്ഞ ജൂലൈ 3-ാം തീയതിയുമായി ബന്ധപ്പെട്ടാണ് ഒരു സമവായം, ജൂലൈ 1-നാണ് സമവായത്തിന്റെ ഫോർമുല വന്നത്. ആ സമവായത്തിൽ നിന്നും നോക്കുക, കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പട്ടം കിട്ടേണ്ട നമ്മുടെ 8 ഡീക്കന്മാരുണ്ട്. ആ കുട്ടികളും ആ കുട്ടികളുടെ കുടുംബങ്ങളും ഞങ്ങളുമൊക്കെ നീറുകയാണ്. ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. എന്ത് ഓണം? ഓണത്തിന്റെ ഒരു സന്തോഷവും ഞങ്ങളുടെ മനസ്സിലില്ല. കാരണം 10-11 വർഷം സെമിനറിയിൽ ഈ അതിരൂപതയ്ക്ക് വേണ്ടി വൈദികരാകാൻ രൂപീകരണം ലഭിച്ച് അവരുടെ ഒരു വലിയൊരു സ്വപ്നമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ മറ്റൊരു ഇടവകളിലൊക്കെ ഇഷ്ടം പോലെ പട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ആ പട്ടത്തിന് ആ ഇടവകക്കാരുടെ സ്വപ്നം, നാട്ടുകാരുടെ സ്വപ്നം, വീട്ടുകാരുടെ സ്വപ്നം, ഇതൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ 8-9 മാസമായി ആ കുട്ടികൾക്ക് പട്ടം കൊടുത്തിട്ടില്ല. അവർക്ക് പട്ടം കൊടുക്കാത്തതിന്റെ കാരണം നിങ്ങളൊന്ന് ആലോചിച്ച്, 21-ാം നൂറ്റാണ്ടിലെ കത്തോലിക്ക തിരുസഭയാണിത്. അതിന്റെ കാരണം അവരോട് പറയുന്നു, നിങ്ങൾ കത്തി കഴുത്തിൽ വെച്ചിട്ട് വരുന്നത് പോലെ ഞങ്ങൾ ഇനി മേലിൽ സിനഡ് കുർബാനയോ അല്ലാതെ മറ്റൊന്നും ചൊല്ലുകയില്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ പട്ടം കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായ? അപ്പോൾ ഈ എറണാകുളം അതിരൂപതയിൽ ഈ സമവായത്തിലൂടെ ഞങ്ങൾക്കൊക്കെ ഒരു ആനുകൂല്യം തന്നിട്ടുണ്ട്. ആനുകൂല്യം എന്താണ്? നിങ്ങൾ ഒരു സിനഡ് കുർബാന ചൊല്ലി മറ്റൊന്ന് ജനാഭിമുഖ കുർബാന ചൊല്ലാനുള്ള അവകാശം ഞങ്ങൾ അത്രമാത്രമേ പറഞ്ഞുള്ളൂ. ഈ കുട്ടികൾക്ക് അവർ ഈ അതിരൂപതയ്ക്ക് വേണ്ടി വൈദികരായി മാറുന്നവരാണെങ്കിൽ ഞാനും ഇവിടെയുള്ള അച്ഛന്മാരും അനുഭവിക്കുന്ന അതേ ആനുകൂല്യം ഈ കുട്ടികൾക്കും കൂടി കൊടുക്കണം എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഒരു ന്യായമല്ലേ? നമ്മുടെ പിതാക്കന്മാർക്ക് ന്യായവും നീതിയുടെയും ഭാഷ അറിയാൻ പാടില്ല. അവിടെയാണ് പ്രശ്നം. അവർക്കത് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ 34 രൂപതകൾ നിങ്ങൾ നോക്കുക. ഈ 34 രൂപ 35 രൂപതകളിൽ 34 എണ്ണത്തിലും സിനഡ് കുർബാനയായി. എറണാകുളം അങ്കമാലി ഒരെണ്ണം. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ ഒരെണ്ണം എന്ന് പറയുന്നത് 6.5 ലക്ഷം വിശ്വാസികളുടേതാണ്. 22 എണ്ണം കൂടിയാൽ പോലും 6.5 ലക്ഷം വിശ്വാസികൾ ഉണ്ടാകുകയില്ല. ആ വിശ്വാസി സമൂഹത്തോട് 450-60ഓളം വൈദികരോടാണ് ഈ കഴിഞ്ഞ അസംബ്ലി നടന്നു. നമ്മളെ മാറ്റി നിർത്തി, നമ്മുടെ പിതാക്കന്മാരെ മാറ്റി നിർത്തി. എല്ലായിടത്തും നമ്മളെ തഴയുകയാണ്. നമ്മൾ താഴ്ന്നത് കൊണ്ടൊന്നും നമ്മൾ താഴെ പോകില്ല. ഇത് ക്രിസ്തുവിൽ അടിവെച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ക്രൂശിതനായ ക്രിസ്തുവിനെ നമ്മൾ മുറുക്കി പിടിച്ചിരിക്കുക. അതുകൊണ്ട് ആരുടെയും പേടിപ്പിക്കലിനെയും ഭീഷണിപ്പെടുത്തലിനെയും ഒന്നും ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കൊക്കെ അച്ഛന്മാർക്കെതിരെ എന്തെല്ലാം അവയ്ക്കാദികളെ വരേണ്ടത്. മഞ്ഞളച്ചന് ഇന്നും അവർ കുറെ അവയ്ക്കാതി പറഞ്ഞിട്ടുണ്ട്. കുറെ അവയ്ക്കാതി ഇല്ലാത്ത കുഴപ്പമൊന്നുമില്ല അച്ഛന്. കണ്ട, ഏതൊക്കെയാണ് ഇവര് പറയുന്നത്. അതായത് എന്തെങ്കിലും ഞാൻ പറഞ്ഞിരുന്നു, നുണയല്ലാതെ ഇവരൊന്നും പറയാറില്ല. വായെടുത്ത നുണ പറയുള്ളൂ. അത് നമ്മുടെ വിശ്വാസം. എറണാകുളത്തെ വിശ്വാസികൾ ഇപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാണ്ടായി. നമുക്ക് സത്യം മനസ്സിലായി തുടങ്ങി. നമ്മൾ സത്യത്തിന്റെ കൂടിയാണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ 35 രൂപതകളിൽ ഈ രൂപത വേറിട്ട് നിൽക്കുന്നത്. ഒഴുക്കിനെതിരെ നീന്തുകയാണ്. അതെന്താണ്? ക്രിസ്തു ഒഴുക്കിനെതിരെ നീന്തിയ വ്യക്തിയാണ്.
സത്യത്തിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ കോംപ്രമൈസ് ചെയ്യാൻ കർത്താവിന് സാധിക്കുമായിരുന്നു. കർത്താവ് അത് ചെയ്തില്ല. കാരണം സത്യം എവിടെയാ? ആ സത്യത്തിന് വേണ്ടിയിട്ടാണ് ജീവൻ ബലി കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ഒരു ബലി കൊടുക്കലാണ് ഈ മറ്റൂർ സെന്റ് ആന്റണീസ് ഇടവക. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഇടവകയാണിത്. ഇത്രയും പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, പ്രസംഗം പറഞ്ഞിട്ടുണ്ട്. എന്റെ നാട് ഇവിടെ തൊട്ടടുത്താണ്, എന്റെ വീട്ടുകാരിവിടെയുണ്ട്. ഈ മറ്റൂർ ഇടവക വിശ്വാസത്തിന്റെ ഉറച്ച മനുഷ്യരാണ്. അതെങ്ങനെയാണ് ഈ കുറച്ച് പേര് ഇങ്ങനെ ആയിപ്പോയെന്ന് അറിയാൻ പാടില്ല. ഒരുപക്ഷെ അതെങ്ങനെയാണ് അവര് മാറിപ്പോയെന്നൊന്നും എനിക്കൊരു പിടിയില്ല. പക്ഷെ ഇവിടെയുള്ള ഈ കൈക്കാരന്മാരും വൈശ്യന്മാരും ഇവിടെയുള്ള നാട്ടുകാരും അവിടെ ഓണമായതുകൊണ്ടാ നമുക്കറിയാം, അതിൻ്റെതായി നമ്മൾ വളരെ പെട്ടെന്ന് വിളിച്ചു കൂട്ടിയ ഒരു യോഗമാണിത്. അതുകൊണ്ട് ഈ മറ്റൂർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മറ്റ് ഇടവകകൾക്കൊക്കെ ഒരു മാതൃകയാണ്. ഞങ്ങളുടെ അച്ഛന്മാരുടെ ദേഹത്ത് കൈവച്ചാൽ ഞങ്ങൾ പ്രതിഷേധിക്കും, ഞങ്ങൾ ഒരുമിച്ച് കൂടും, ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഞങ്ങൾ ഈ മെത്രാൻസിനോട് അവർ സത്യത്തിനെതിരെയാണ് പറയുന്നതെങ്കിൽ, സ്നേഹത്തിനെതിരെയാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ അനുസരിക്കേണ്ട കാര്യമില്ല. സത്യമാണ് ക്രിസ്തുവെങ്കിൽ ആ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരാണ് എറണാകുളത്തെ വൈദികരും സന്യസ്തരും അൽമായരും. അതുകൊണ്ട് ഞങ്ങൾ ഉറച്ചു നിൽക്കും, ഒറ്റക്കെട്ടായിട്ട് നിൽക്കും, ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഈ മറ്റൊരു ഇന്ന് ഈ ഓണത്തിന്റെ തലേന്ന് ഉത്രാടപ്പാച്ചിലിൽ നടന്ന ഒരു കാര്യം, ഇത്തരം ഓണത്തല്ലുകൾ ഞങ്ങളുടെ ഒരിടവകയിലും ഇനി അനുവദിക്കുകയില്ല എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ ഇന്ന് ഇവിടെ നിൽക്കുക. കുറെ നാളുകളായി നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വെറുതെ വെച്ചേക്കല്ല, നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്തിരിക്കും എന്ന് വാട്സാപ്പിലൂടെ യൂട്യൂബിലൂടെ പലയിടത്തും പല സമയത്തും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ ആ പറഞ്ഞു കേട്ടതിന്റെ മുമ്പിൽ നമ്മൾ അതിനെ നിസാരവൽക്കരിച്ച് കളഞ്ഞപ്പോ എപ്പോഴെങ്കിലും ഒരിക്കൽ ഇവരാരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു വൈദികന്റെ ദേഹത്ത് കൈവയ്ക്കും എന്ന് നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. കാരണം നമ്മൾ അൽമായ മുന്നേറ്റക്കാർക്ക് അത് ചെയ്യാനാകില്ല. നമ്മൾ ഇതുവരെ അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരും അത് ചെയ്യില്ല എന്ന് കരുതി. ആ കരുതിയത് തെറ്റാണെന്ന് ഇന്നലെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസിയുടെയും ഏറ്റവും അസൗകര്യമുള്ള ദിവസം, വലിയ ബുദ്ധിമുട്ടുകളുള്ള ദിവസം, പലരും ഇന്ന് പലയിടത്തും പോകാൻ വേണ്ടി വരുന്നതിന്റെ ഇടയിൽ പോയി തിരിച്ചു വന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ പരിപാടി കഴിഞ്ഞ് ഉടനെ തന്നെ തിരിച്ചു പോകേണ്ടത്, അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ ഇന്ന് തന്നെ പ്രതിഷേധം അറിയിക്കണം എന്ന് അൽമായ മുന്നേറ്റം തീരുമാനിച്ചത് അതുകൊണ്ടാണ്. വലിയ ബുദ്ധിമുട്ടുകളാണെങ്കിലും ഇന്ന് തന്നെ ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നത് അതുകൊണ്ടാണ്. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 450ഓളം വരുന്ന വൈദികർക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുകയാ, ഞങ്ങൾ വിശ്വാസികൾ നിങ്ങളെ സംരക്ഷിക്കാൻ സുരക്ഷാ കവചം പോലെ ചുറ്റിനുമുണ്ടാകും. ഒരിക്കലും ഞങ്ങൾ വിട്ടുപോകില്ല. നിങ്ങൾ ധീരമായി നിലപാടുകളെടുത്ത് മുന്നോട്ട് പോവുക. ഞങ്ങൾ നിങ്ങളുടെ ചുറ്റിനുമുണ്ടാകും. ഒരിക്കൽ പോലും പാതിരാത്രിയിലല്ലാതെ ഒളിച്ചു കയറിക്കൊണ്ടല്ലാതെ മറ്റാരെയും അറിയിക്കാതെ അല്ലാതെ ഇവർക്കാർക്കും ഏതൊരു സിനഡ് അനുകൂല സംഘടനയ്ക്കും മുന്നിൽ വന്ന് നേരെ നിൽക്കാൻ ധൈര്യമുണ്ടാകില്ല. ചങ്ക് വിരിച്ച് ഞങ്ങൾ പറയുക, അൽമായ മുന്നേറ്റം ഇന്ന് വരെ പോയപ്പോ എവിടെയെല്ലാം സമരങ്ങൾ നടത്തിയോ, ഏതെല്ലാം തരത്തിൽ സമരങ്ങൾ നടത്തിയോ, പോലീസിന്റെ സഹായം തേടിയിട്ടല്ല. എന്നാൽ ഈ സിനഡ് അനുകൂല സംഘടനകൾ 10 പേരെ വെച്ച് സമരം നടത്തുമ്പോ തലേ ദിവസം പോലീസിനെ അറിയിച്ച് ചുറ്റിനും പോലീസിനെ നിർത്തിയിട്ടാ സമരം ചെയ്യുക. ഒന്ന് ഞങ്ങൾ ഇന്ന് പറയാം, ഞങ്ങളുടെ വൈദികരുടെ മേൽ കൈവച്ചിട്ട് നിങ്ങൾ പോലീസിന്റെ സഹായത്തോടുകൂടി സമരം ചെയ്താലും ഞങ്ങൾ അവിടെ വന്ന് ചലിക്കാൻ മടിക്കില്ല എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മിപ്പിക്കുക. കാരണം അത്രയേറെ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ചങ്കോട് ചേർത്ത് വെക്കുകയാണ് ഞങ്ങളുടെ വൈദികരെ. മഞ്ഞളിയച്ചനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മഞ്ഞളിയച്ചനെ കുറിച്ച് ഇവിടെ ഒത്തിരിയേറെ സംസാരിച്ചു. ഞാനും മഞ്ഞളിയച്ചനും കൂടി ഒരുമിച്ച്
ഒരേ സ്ഥലങ്ങളിൽ ഒത്തിരിവട്ടം ശുശ്രൂഷയ്ക്കൊക്കെ പോയിട്ടുള്ളതാ, വളരെ അടുത്ത്. വിശുദ്ധനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കരിവാരി തേക്കാൻ പറ്റാവുന്നതിന്റെ പരമാവധി, തുടക്കം മുതല് ആ വൈദികനെ കരിവാരി തേക്കാവുന്നതിന്റെ പരമാവധി കരിവാരി തേച്ചിട്ടുണ്ട്. എങ്ങനെയെല്ലാം ഉപദ്രവിക്കാമോ അങ്ങനെ എല്ലാം ഉപദ്രവിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ അച്ഛനെ വിളിച്ച് ചോദിക്കുമ്പോ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്, തമ്പുരാൻ കാത്തോളൂടാ, നീ മിണ്ടാതിരിക്കുന്ന, തമ്പുരാൻ കാത്തോളൂടാന്ന്. ഇന്ന് ആ സ്ഥിതി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അരയും തലയും മുറുക്കി ഇറങ്ങുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ ബിഷപ്പുമാർക്ക് ഓശാന പാടിക്കൊണ്ട് മഞ്ഞളി അച്ഛനെ പോലെ ഒരു വൈദികൻ ഈ ബിഷപ്പുമാരോടൊപ്പം പോയി എന്ന് വിചാരിക്കുക. ഇന്ന് അദ്ദേഹം ലോകത്തുള്ള സകല രാജ്യങ്ങളിലും ഓടി നടന്ന് ധ്യാനം പ്രസംഗിക്കുന്ന അതിഭയങ്കരനായ ഒരു ധ്യാന ശുശ്രൂഷകനായി മാറിയനെ. എന്ത്യേ സ്വന്തം നേട്ടങ്ങൾ ത്യജിച്ചത്, വലിച്ചെറിഞ്ഞത്? ഈ മുണ്ടാടനച്ഛൻ എന്ത്യേ സ്വന്തം നേട്ടങ്ങൾ വലിച്ചെറിഞ്ഞത്? നമ്മുടെ പല വൈദികർക്ക് കിട്ടുമായിരുന്ന സ്ഥാനമാനങ്ങൾ മുഴുവൻ ത്യജിച്ചുകൊണ്ട് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി, ഒരേ ഒരു കാര്യത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി മാത്രം നിലപാടെടുത്തതാണ്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ പേരിൽ ക്രൂശിതന് പ്രതിയല്ലാതെ കിട്ടുന്നതൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചതിന്റെ പേരിൽ സഹനങ്ങൾ ഏറ്റുവാങ്ങുകയാണെങ്കിൽ, പ്രിയപ്പെട്ട വൈദികരെ, നിങ്ങൾ ഏറ്റുവാങ്ങുന്ന ഓരോ സഹനങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ പേറും, ഞങ്ങൾക്ക് ചുറ്റിനും സുരക്ഷാ കവചമായി ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. പ്രിയമുള്ളവരെ, നിങ്ങൾ നേരത്തെ പറഞ്ഞു ഒരു സമവായ കുർബാനയുടെ കാര്യം. അച്ഛൻ നേരത്തെ പറഞ്ഞു അത് ആദ്യം 50-50 കുർബാനയായിരുന്നു, പിന്നീട് അത് ഏകീകൃത കുർബാനയായിരുന്നു. ഇപ്പൊ പേര് മാറി സമവായ കുർബാനയായിട്ട്. അതൊരു സമവായ കുർബാനയാണ്. ആ സമവായ കുർബാന അതിനുവേണ്ടി സമ്മതിച്ച ആ ചർച്ച ചെയ്ത ഏതാനും പേരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. നമ്മുടെ 8 ഡീക്കന്മാരെ ബന്ധുക്കളാക്കിക്കൊണ്ട് ആ 8 ഡീക്കന്മാരുടെ പട്ടം ചോദിച്ചപ്പോ ബിഷപ്പുമാർ നമ്മളോട് ചോദിച്ച മോചന ദ്രവ്യമാണ് ഞായറാഴ്ചകളിലെ ഒരു കുർബാന. ആ മോചനദ്രവ്യം നമ്മൾ കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഡീക്കന്മാരുടെ പട്ടത്തിനെ വെച്ച് വീണ്ടും ബലപേശുന്നത് ഈ ബിഷപ്പുമാർ ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരെക്കാൾ തരം താഴ്ന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. അതിനേക്കാൾ തരം താഴ്ന്നിരിക്കുന്നു. അവരോട് ചോദിച്ചു, ഇത് മേജർ ആർച്ച് ബിഷപ്പ് ഒപ്പിട്ട ഒരു സമവായ ഫോർമുലയാണ്. ആ മേജർ ആർച്ച് ബിഷപ്പ് ഒപ്പിട്ട സമയത്ത് ഞങ്ങളുടെ കൂടെ ഇല്ലാത്തതിനാൽ പിറ്റേ ദിവസം മേജർ ആർച്ച് ബിഷപ്പിനെ നേരിട്ട് കണ്ട് ചോദിച്ചു, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഒപ്പിടുന്നത്? മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു, അതെ, എന്റെ സമ്മതത്തോടു കൂടിയാണ്. എന്ന് മാത്രമല്ല, ഇത് സിനഡിന്റെ തീരുമാനമാണ്. പ്രിയമുള്ളവരെ, സിനഡെടുത്തൊരു തീരുമാനമാണ് എന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ചിട്ട് ഇന്നവർ വീണ്ടും പഴയ അതേ നാണയവുമായി വന്നിരിക്കുകയാണ്. വർദ്ധിക്കാൻ സമ്മതിക്കുന്നില്ല പോലും. ഈ സിനഡിലെ ബിഷപ്പുമാരോടൊന്ന് പറയുകയാണ്, വർദ്ധിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ 2021 ഒരു ഉമ്മാക്കിയുമായി വന്നതാണ്. 2024 അതേ ഉമ്മാക്കിയുമായി ഗുജറാത്തി കത്തെഴുതി എന്നും പറഞ്ഞ് ഇനി ഞങ്ങളുടെ അടുക്കലേക്ക് വരണ്ട, ഞങ്ങൾ ഒരു നിമിഷം പോലും നിങ്ങളെ ബിഷപ്പ് ഹൗസിൽ തുടരാൻ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ ഓർമ്മിക്കുക. കഴിഞ്ഞ തിങ്കളാഴ്ച അൽമായ മുന്നേറ്റത്തിന്റെ സെൻട്രൽ കമ്മിറ്റിയുടെ വിവിധ ഇടവകകളിൽപ്പെട്ട വിവിധ ഫൊറോനകളിൽപ്പെട്ട ആളുകളെല്ലാം പലരും ഇന്നിവിടെ സന്നിഹിതരാണ്. അവരെല്ലാവരും അവരുടെ വീട്ടിലെ സ്വന്തം വീട്ടിൽ കൂടിയിരിക്കുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് അവരുടെ പരിപാടികൾ മാറ്റിവെച്ചിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങൾ ബിഷപ്പ് ഹൗസിൽ പോയി. ഞങ്ങൾ പറഞ്ഞു, സെപ്റ്റംബർ 8 വരെ നിങ്ങൾ ചോദിച്ചതനുസരിച്ച് ഞങ്ങൾ സമയം തന്നു, ഞങ്ങൾ വാക്കു പാലിച്ചിരിക്കുന്നു. ഇന്ന് സെപ്റ്റംബർ 9 ഡീക്കന്മാരുടെ പട്ടത്തിന്റെ കാര്യത്തിൽ തീരുമാനമറിയണം. അവര് പറയുന്നു ഗുജറാത്തി കത്തെഴുതി പോലും, അതുകൊണ്ട് തീരുമാനമാക്കാനായില്ല. ഞങ്ങൾ പറഞ്ഞു, തീരുമാനമാക്കാനായില്ലെങ്കിൽ
നിങ്ങൾ ബിഷപ്പ് ഹൗസ് അടയ്ക്കണം. ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ ഓഫീസുകളെങ്കിലും നിങ്ങൾ അടയ്ക്കണം. അവർ പറഞ്ഞു പറ്റില്ല. രാവിലെ 10:30 മണിക്ക് ഞങ്ങൾ കയറിയതാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തു നിന്ന് ഊണ് കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. വൈകുന്നേരം ഒരു 3:30-4 മണിയായി. 3:30 മണിയായിരുന്നു. 2:30 മണി കഴിഞ്ഞു. അപ്പൊ ഇവർ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് തീരുമാനമെടുക്കാനാവില്ലെങ്കിൽ ഇനി ബിഷപ്പ് ഹൗസിന്റെ ഓഫീസുകളൊന്നും വർക്ക് ചെയ്യേണ്ടതില്ല. താഴെയുള്ള ഓഫീസുകളിൽ നിന്ന് സ്റ്റാഫുകളോട് പിരിഞ്ഞു പോകാൻ നിങ്ങൾ തന്നെ ആവശ്യപ്പെടണം. അവർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല. വീണ്ടും ഞങ്ങൾ പൊട്ടക്കലച്ചനോട്, വികാരി ജനറലിനോട് പറഞ്ഞു, അച്ഛന്റെ സ്റ്റാഫാണ്, അച്ഛൻ തന്നെ പറയുന്നതാണ് ഉചിതം. വികാരി ജനറൽ പറഞ്ഞു, എനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ എന്താണോ പറയുന്നത്. ഞങ്ങൾ താഴെ പോയി ഓഫീസിനകത്തിരുന്ന സ്റ്റാഫിനോട് പറഞ്ഞു, ഒരു സമരത്തിന്റെ ഭാഗമാണ്, ഓഫീസ് അടയ്ക്കുകയാണ്, നിങ്ങൾ പുറത്തിറങ്ങണം. അങ്ങനെ ആ ഓഫീസിലെ മുഴുവൻ സ്റ്റാഫിനെയും ഞങ്ങൾ പുറത്തിറക്കി. വാതില് പൂട്ടി താക്കോൽ അവരുടെ കൈക്കട്ട് കൊടുത്തു. തൊട്ടപ്പുറത്ത് അടുത്ത ഓഫീസിൽ ചെന്നപ്പോ ആ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഉള്ളിൽ നിന്ന് പൂട്ടിയിരിക്കുകയാണ് വാതിൽ. പുറത്ത് ആളുകളൊക്കെ ബഹളമായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഉള്ളിൽ നിന്ന് പൂട്ടരുത്. ആര് പറഞ്ഞിട്ടാ പൂട്ടിയെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോളിൽ നിന്ന് അച്ഛന്മാര് പറഞ്ഞിട്ട് പൂട്ടിയത്. ഞാൻ ഓടി മോളിൽ ചെന്നു. പൊട്ടക്കലച്ചന്റെ അടുത്തും കല്ലിങ്കലച്ചന്റെ അടുത്തും ഞാൻ ചോദിച്ചു, അച്ഛന്മാരെ നിങ്ങൾ പറഞ്ഞിട്ടാണോ ഇത് പൂട്ടിയത്? ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഉള്ളിൽ നിന്ന് പൂട്ടാൻ. ഞങ്ങൾ പറഞ്ഞല്ലേ, ഞങ്ങൾ അനുഭവിച്ചല്ലേ, നിങ്ങൾ എന്താന്നൊക്കെ ചെയ്തു. തൊട്ടടുത്ത പ്രൊപ്പറേറ്റർ മാടശ്ശേരി അച്ഛൻ നിൽക്കുന്നുണ്ട്. മാടശ്ശേരി അച്ഛനോട് ചോദിച്ചു. മാടശ്ശേരി അച്ഛൻ പറഞ്ഞു, ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി ചവിട്ടി കൊടുക്കും. മാടശ്ശേരിയൊക്കെ പറയാം, ഞാൻ താഴെ പോയി ചവിട്ടി കൊടുക്കില്ല. മറിച്ച് ഞാൻ ഉള്ളിലിരുന്ന ഈ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, മര്യാദയ്ക്ക് നിങ്ങൾ തുറക്കണം. മുകളിലുള്ള 3 വൈദികരും കൈ കഴുകി. അവർ പറഞ്ഞിട്ടല്ല നിങ്ങൾ കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് തുറന്നാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ഒന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല, നിങ്ങൾ പുറത്തിറങ്ങി വാതിൽ പൂട്ടണം. കാരണം ഓഫീസ് ഇന്ന് മുതൽ അടയ്ക്കണം, വാതിൽ പൂട്ടണം എന്ന് പറഞ്ഞ് അവരെയും അവരുടെ അകത്തുണ്ടായിരുന്ന 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അവരെയും ഈ കൂടെ ഉണ്ടായിരുന്ന വേറൊരാളെ ഇതൊക്കെ പുറത്തിറക്കി കൂട്ടി നിങ്ങൾ തിരിച്ചു പോയി. പിറ്റേ ദിവസം ഈ കൂടിയ തന്നെ നമ്മൾ അവിടെ അക്രമം കാണിച്ചു എന്ന് പറഞ്ഞ് പോലീസിന് മൊഴി കൊടുക്കാൻ ഈ സ്റ്റാഫിന് ചവിട്ടിപ്പൊളിച്ചോ എന്ന് പറഞ്ഞ ആള് തന്നെ നമ്മളാണ് അകത്ത് ചെന്ന് അക്രമം കാണിച്ചതെന്ന് പറഞ്ഞു. ഒരക്രമം കാണിച്ചില്ല, അവിടെ ഒന്നും സംഭവിച്ചില്ല. നമ്മൾ വളരെ ഡീസന്റ് ആയിട്ടാണ് ചെയ്തത്. പക്ഷേ അതൊരു മുന്നറിയിപ്പാണ്. അവരവസാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ചൊവ്വാഴ്ചയാണ്. നാളെ കഴിഞ്ഞുള്ള ചൊവ്വാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ അൽമായ മുന്നേറ്റം ഈ മറ്റൂർ ഇടവകയുടെ ഈ തിരുമുറ്റത്ത് വെച്ച് ഒരു താക്കീത് നൽകുകയാണ്. ചൊവ്വാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ ബുധനാഴ്ച മുതൽ എന്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, നിങ്ങൾ കൂരിയെ തുറന്ന് പ്രവർത്തിക്കേണ്ടതില്ല. നമ്മുടെ ഡീക്കന്മാർക്ക് പട്ടം പോലും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് ഈ അതിരൂപത ഭരണ സംവിധാനം? ആവശ്യമില്ല. ഏറ്റവും കുറഞ്ഞത് ഈ സമവായ ഫോർമുലയിൽ 3 കാര്യങ്ങളാണ് ഉണ്ടായത്. ഒന്നാമത്തേത് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് ഞായറാഴ്ചകളിൽ ഒരു കുർബാന അർപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തതും മൂന്നാമത്തതും സിനഡ് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തത് ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാനോനിക സമിതികളെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ ചെയ്തു. സിനഡ് ചെയ്യേണ്ട 2 കാര്യങ്ങളിൽ നിന്നും സിനഡ് ഏകപക്ഷീയമായി പിന്മാറിയിരിക്കുക. 2 ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിൽ. തീരുമാനമുണ്ടായില്ലെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നവരുടെ മുമ്പിൽ ഒന്നുകൂടി പറയുകയാണ്. ഈ
മഞ്ഞളി അച്ഛനെ ആക്രമിച്ചവർ ഈ പരിസരത്ത് എവിടെയെങ്കിലും നിന്ന് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ്, അടുത്തയാഴ്ച ഞങ്ങൾ ബിഷപ്പ് ഹൗസിലേക്ക് വരുന്നുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളും വാ, നമുക്ക് അവിടെ വെച്ച് കാണാം. തയ്യാറാണ്. അങ്ങനെ എന്തും ചെയ്യാമെന്നൊരു വ്യാമോഹം നിങ്ങൾക്കുണ്ടാകേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ കഴിഞ്ഞ സിനഡിനകത്ത് വെച്ച് കർദിനാൾ ആലഞ്ചേരി, ആ സിനഡിൽ കർദിനാൾ ആലഞ്ചേരിയുടെ സ്വന്തപ്പെട്ട 2-3 ബിഷപ്പുമാരെ കൊണ്ട് അവിടെ ഒരു കത്ത് വായിപ്പിച്ചു. ആ കത്തിൽ പറഞ്ഞത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 2 ബിഷപ്പുമാർക്കെതിരെയും മറ്റു ചില വൈദികർക്കെതിരെയും നടപടിയെടുക്കണമെന്നാണ്. സിനഡ് അത് ചർച്ച ചെയ്തിട്ട് അത് അജണ്ടയിലില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. പിറ്റേ ദിവസം കർദിനാൾ ആലഞ്ചേരി നേരിട്ട് സിനഡിൽ വന്ന് ഇതേ ആവശ്യം ഉന്നയിച്ചു. നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്, ഓരോരുത്തരെയായി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. നേരിട്ട് സിനഡിൽ വന്ന് ഇതേ ആവശ്യം ഉന്നയിച്ചു. ഭാഗ്യത്തിന് ഏതോ ഒരു മെത്രാൻ എഴുന്നേറ്റ് നിന്ന് കർദിനാൾ ആലഞ്ചേരിയോട് ചോദിച്ചു, പിതാവേ, 8-9 വർഷമായില്ലേ വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്, നമ്മൾ പിതാക്കന്മാരല്ലേ, ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് ചെറുത്തുകൂടെയിരുന്നു. അത് പുള്ളിക്ക് വല്ലാത്ത ക്ഷീണമാണ്. കയ്യിൽ കൊണ്ടുവന്ന കടലാസെടുത്ത് മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കർദിനാൾ ആലഞ്ചേരി അന്ന് സിനഡിൽ നിന്ന് വാക്കൗട്ട് നടത്തി. നിങ്ങൾ ഒരൊറ്റ കാര്യം ഇറക്കണം, നമ്മുടെ സിനഡിന്റെ നിയമപ്രകാരം ആരെങ്കിലും ഒരാൾ സിനഡ് നടക്കുമ്പോ സിനഡിൽ നിന്ന് അനുവാദമില്ലാതെ പുറത്തുപോയി കൂടാ. മേജർ ആർച്ച് ബിഷപ്പിന്റെ അനുവാദം വാങ്ങണം. കർദിനാൾ ആലഞ്ചേരി സിനഡിൽ നിന്ന് വാക്കൗട്ട് നടത്തി. പിന്നീട് സിനഡിൽ വന്നില്ല. പിറ്റേ ദിവസം കർദിനാൾ ആലഞ്ചേരിയുടെ സ്വന്തം അതിരൂപതയായ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മെത്രാപ്പോലീത്തയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തില്ല. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ബിഷപ്പുമാർ അദ്ദേഹത്തെ നേരിട്ട് പോയി വിളിച്ചു. ഞാൻ വരില്ല എന്ന് പറഞ്ഞ് പങ്കെടുത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തെങ്കിലും കാരണവശാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു മെത്രാനാണ് ഇത്തരമൊരു വാക്കൗട്ട് നടത്തിയിരുന്നതെങ്കിൽ പിറ്റേ ദിവസം സിനഡ് അദ്ദേഹത്തെ പുറത്താക്കിയതിനാൽ. ഇനി ഈ സിനഡ് ആർജവമുള്ള സിനഡാണെങ്കിൽ കർദിനാൾ ആലഞ്ചേരിയുടെ സിനഡ് മെമ്പർഷിപ്പ് തെറിപ്പിച്ച് കർദിനാൾ ആലഞ്ചേരിയെ സിനഡിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത്. നമ്മുടെ കോടിക്കണക്കിന് രൂപ കൊടുത്ത്, ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഒരു വീട് പണിയിപ്പിച്ച് മൗണ്ടിനകത്ത് താമസിപ്പിച്ചിരിക്കുന്ന അദ്ദേഹം സ്വന്തം അതിരൂപതയുടെ മെത്രാപ്പോലീത്തയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തില്ല. എന്തുമാത്രം വൈരാഗ്യവും വിദ്വേഷവും ആ മനുഷ്യന്റെ ഉള്ളിലുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ വൈദികരെ കുരുതി കൊടുക്കണം പോലും, നമ്മുടെ ബിഷപ്പുമാരെ കുരുതി കൊടുക്കണം പോലും, എന്നാലേ ഇനി അദ്ദേഹത്തിന് സമാധാനമാകും. അതിനേക്കാൾ 2 ദിവസം മുമ്പ് അതിന്റെ വിരോധാഭാസം എന്താണെന്നറിയാമോ? അതിനേക്കാൾ 2 ദിവസം മുമ്പ് അസംബ്ലിയിൽ പോയി അദ്ദേഹം പ്രസംഗിച്ചു. ക്ഷമയും സ്നേഹവുമാണത്രേ ലോകത്തെ ഏറ്റവും വലിയ പുണ്യം. അത് പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നാണ് സിനഡിൽ ഈ കാട്ടായം. അസംബ്ലിയിൽ പങ്കെടുത്തതാണ് ഗോപിയത് പറയും. ക്ഷമയും സ്നേഹമാണ് പുണ്യമെന്ന് പ്രസംഗിച്ച് പിറ്റേ ദിവസം സിനഡിൽ വന്ന് കാണിച്ചതാണ് ഈ കാട്ടായം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെയും വിശ്വാസികളെയും വളഞ്ഞിട്ട് ആക്രമിക്കാനും ഈ അതിരൂപതയിലെ ഡീക്കന്മാരെ ബന്ധികളാക്കിക്കൊണ്ട് വീണ്ടും വിലപേശാനും തുടരുകയാണെങ്കിൽ ഈ അതിരൂപതയുടെ ബിഷപ്പ് ഹൗസ് നിശ്ചലമാക്കിക്കൊണ്ട് അതിരൂക്ഷമായ സമര പരിപാടികളുമായി നമ്മൾ മുമ്പോട്ട് പോകുമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞേക്കാം. മഞ്ഞളി അച്ഛനെ എന്നല്ല, ഈ അതിരൂപതയിലെ ഏതെങ്കിലും ഒരു വൈദികന്റെ മേൽ ഇനി ഒരു മൺതരി പോലും വീഴാൻ ഞങ്ങൾ വിശ്വാസികൾ അനുവദിക്കില്ല എന്ന് മുഴുവൻ വൈദികർക്കും ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. മഞ്ഞളിയച്ഛനെ സീറോ മലബാർ സിനഡിലെ അയോഗ്യരാക്കപ്പെട്ട 2
പിതാക്കന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ അംഗങ്ങള് ഇന്നലെ രാത്രിയിൽ കയ്യേറ്റം ചെയ്തതിന് പ്രതിഷേധമായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ അതിരൂപതയിലെ ഒരു ഇടവക വികാരിയെ കയ്യേറ്റം ചെയ്യുന്ന തലങ്ങളിലേക്ക് ഇവിടുത്തെ വിമത പ്രവർത്തനങ്ങള് വളർന്നത് ഇനി വച്ചുപതിപ്പിക്കാൻ സാധിക്കില്ല, അനുവദിക്കില്ല എന്നുള്ളതിന്റെ പ്രതികരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയെ ഒറ്റപ്പെടുത്തിക്കൊണ്ടും ഇല്ലാതാക്കിക്കൊണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന സീറോ മലബാർ സഭയിലെ കൽതായ തീവ്രവാദത്തിന്റെ മുഖം അതിന്റെ എല്ലാ സീമകളിൽ ലംഘിച്ചഴിഞ്ഞാടുമ്പോൾ നമുക്ക് നിഷ്ക്രിയരായിരിക്കാൻ സാധിക്കില്ല. നമ്മൾ എന്തുകൊണ്ട് ഈ സിനഡ് കുർബാനയ്ക്ക് വേണ്ടിയിട്ട് സമയവും നമ്മുടെ വൈദികയും ഒക്കെ മാറ്റിവെച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാവപ്പെട്ട ഡീക്കന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഈ അതിരൂപത മറ്റു രൂപതകളെ പോലെ സാധാരണഗതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇടവകയിലെയും സിനഡ് അനുകൂലികള് ഒരു ഇടവക പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്നവരല്ല. ഇവിടെയായാലും എവിടെയായാലും അവർ ഇടവകയുടെ ഒരു പ്രവർത്തനങ്ങളിലും നേർധാരയിലില്ല. എല്ലാ ഇടവകകളിലും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നവരാണ് അവരിൽ പലരും ക്രിമിനലുകളാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ കൂട്ടുപിടിക്കുന്നത് ക്രിമിനലുകളായിട്ടുള്ളവരാണ് സിനഡിലുള്ളവർ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇനി എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ നമ്മുടെ വൈദികർക്കെതിരെ അടിഞ്ഞാടാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ സൃഷ്ടിക്കാൻ മുതിരരുതെന്നുള്ള ഒരു മുന്നറിയിപ്പ് അതൊന്ന് നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഒപ്പം ബന്ധികളാക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട 8 ഡീക്കന്മാര് 9 മാസമായിട്ട് അവരെ വെച്ച് നിലവേശുന്ന ഈ സിനഡിന്റെ തരം താണ നികൃഷ്ടമായ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്ന ഒരു മുഹൂർത്തമായി നമുക്കിതിനെ മാറ്റാം. ഇതിൽ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി.